ഹായ് എല്ലാവർക്കും നമസ്കാരം. അനൂസ് കിച്ചൺ വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഴം കൊണ്ട് ഉള്ള ഈവനിങ് സ്നാക്കാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റും. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസേ ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇപ്പോൾ ഞാൻ രണ്ട് റോബസ്റ്റ പഴം, വലിയ പഴം, അത്യാവശ്യം വലിപ്പമുള്ള പഴമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നേന്ത്രപ്പഴം എടുക്കുക, അല്ലെങ്കിൽ കദളിപ്പഴം, ഏത് വേണമെങ്കിലും എടുക്കുക, കുഴപ്പമൊന്നുമില്ല. ഇത് ഞാനിപ്പോൾ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി സ്പൂണ് വെച്ച് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കാം. ഇപ്പോൾ പഴയത് ഞാൻ ഇതുപോലെ ജസ്റ്റ് നന്നായിട്ട് ഒന്ന് ഉടച്ചെടുത്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇതിപ്പോൾ 2 ടേബിൾ സ്പൂൺ തേങ്ങയുണ്ട് കേട്ടോ. തേങ്ങ ചിരകി എടുത്തിട്ടുള്ളതാണ്, ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഷുഗർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് അത്യാവശ്യം മധുരമുള്ള പഴമാണ്, അതുകൊണ്ട് ഞാനിപ്പോൾ 2 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മധുരം ചേർക്കുമ്പോൾ നിങ്ങളെ പഴത്തിൻ്റെ മധുരം നോക്കിയിട്ട് വേണം ചേർക്കാനായിട്ട്. ഇനി നമുക്ക് വേണ്ടത് 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് മാവാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് മൈദയും ചേർക്കാം, ടേസ്റ്റിൽ വ്യത്യാസമൊന്നും വരില്ല. അപ്പോൾ ഇതിനി നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ മാത്രമേ നമ്മൾ ആട്ട ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതിന് നമുക്ക് ഒരു പാത്രം, ഞാനിപ്പോൾ ഉണ്ണിയപ്പ ചട്ടി ഉണ്ടല്ലോ അതിലാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ അത് വെച്ച് കൊടുത്ത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതേ ഉണ്ണിയപ്പ ചട്ടി വെച്ച് കുറച്ച് മാത്രമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ, നിറയെ ഒഴിച്ചിട്ടില്ല. എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ഇപ്പോൾ ചൂടായിട്ടുണ്ട്. നമുക്കിനി നമ്മൾ റെഡിയാക്കിയിട്ടുള്ള മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഉണ്ണിയപ്പം ചട്ടി എണ്ണ വേണമെന്നില്ല കേട്ടോ. ഏതെങ്കിലും ഒരു പാൻ എടുത്തിട്ട് അതിൽ കുറച്ച് എണ്ണ ഒന്ന് തടവി കൊടുത്തിട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഇത് റെഡിയായി വരുന്നുണ്ട്. സെൻറ്ററിലൊക്കെ ആയിട്ടുണ്ട്. അപ്പം ഞാനിതുപോലെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത് റെഡിയായിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത് ഓരോന്നായിട്ട് നമുക്ക് എടുക്കാം. സെൻറ്ററിലൊക്കെ ഉള്ള പെട്ടെന്ന് കളർ മാറി വരുന്നുണ്ട്, കണ്ടില്ലേ? അപ്പോൾ ഇത് നമുക്ക് എടുത്തിട്ട് നമുക്കിനി അടുത്ത ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മളെ പഴം കൊണ്ടുള്ള ഈ ഒരു സ്നാക്ക് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും, കണ്ടില്ലേ? കുറച്ച് ഗോതമ്പ് പൊടി മാത്രം ചേർത്തിട്ട് പഴത്തിൻ്റെ ആ ഒരു എല്ലാ ഗുണങ്ങളും കിട്ടും. കുട്ടികളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുക വെച്ചാൽ കഴിക്കുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എന്തായാലും കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. ബൈ.